ഒരു ഗ്രാമത്തിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അയാൾ എല്ലാ ദിവസവും അയാളുടെ കാലിൽ വളരുന്ന പുല്ല് പറിച്ച് സൂപ്പ് ഉണ്ടാക്കി കുടിക്കാറാണ് പതിവ്. പക്ഷെ ഒരു ദിവസം അയാൾ പുല്ല് പറിച്ചിട്ട് ഇങ്ങ് പോരുന്നില്ല. ഇതേ പുല്ലുകൾ എല്ലാവരുടെയും കാലിൽ പകരാൻ തുടങ്ങി. ഡോക്ടർമാരെത്തി, ഒന്നും മനസ്സിലായില്ല. അവരവസാനം വിളിച്ചത് ഡോക്ടർ ജാക്കിനെയാണ്. ജാക്ക് ആദ്യം തന്നെ പറഞ്ഞു, ഇതൊരു പാരസൈറ്റ് ആണ്, ശവശരീരം തിന്നുന്ന ജീവികൾ. ഗ്രാമത്തിലെ തലവൻ ഒരു ഞെട്ടിക്കുന്ന സത്യം അങ്ങ് പറഞ്ഞു. ഗ്രാമത്തിലൊരു ആചാരം ഉണ്ടായിരുന്നു പണ്ട്. മരിച്ചവരെ മലയിൽ വലിച്ചെറിയുക. 7 ദിവസം ആ മലയിൽ ആരും കയറാൻ പാടില്ല. ലംഘിച്ചാൽ എന്തെങ്കിലും ദുരന്തം ഉറപ്പായിട്ടുണ്ടാവും. ആരോ ഒരാൾ ആ നിയമം തെറ്റിച്ചു. അതുകൊണ്ടാണ് ഈ പാരസൈറ്റ് ഇങ്ങനെ പകർന്നത്. ജാക്ക് മരുന്ന് കണ്ടുപിടിച്ചു. ഇത് പുരട്ടിയാൽ പാരസൈറ്റ് തനിയെ കൊഴിഞ്ഞു വീഴും. വീണ പാരസൈറ്റിൽ ഉപ്പ് വിതറിയാൽ അത് നശിച്ചും പോകും. ജോൺ എന്ന കുട്ടി ഈ അസുഖം ബാധിച്ച് സീരിയസ് ആയിരിക്കുന്ന അമ്മാവനെ രക്ഷിക്കണമെന്ന് ജാക്കിനോട് പറഞ്ഞു. അയാൾ അമ്മാവനെ കണ്ടപ്പോൾ മറ്റാരെക്കാളും ഏറ്റവും കൂടുതൽ അസുഖം ബാധിച്ചത് അമ്മാവനെയാണ്. ഇതിന്റെ കാരണം അറിയാൻ ചോദ്യം ചെയ്തപ്പോൾ അമ്മാവൻ സത്യം പറഞ്ഞു. ജോണിന്റെ അച്ഛൻ മരിച്ചപ്പോൾ അച്ഛനെ അവസാനമായി കാണാൻ നിയമം ലംഘിച്ച് ജോണിനെയും കൂട്ടി മലയിലേക്ക് പോയി. അവിടെ അവര് കണ്ടത് മനുഷ്യനെ തിരിച്ചറിയാൻ പറ്റാത്തത്ര ഭീകരമായ ശരീരമായിരുന്നു. ജോൺ അതിന്റെ അടുത്ത് നിന്ന് മുട്ടുകുത്തി കരഞ്ഞു. അമ്മാവന് കുറച്ച് ദൂരെയാണ് നിന്നത്. രോഗം പകർന്നത് അന്നേ ദിവസമാണ്. പക്ഷെ ഒന്നും ചെയ്യാത്ത അമ്മാവനാണ് ഈ അസുഖം കൂടുതലായി ബാധിച്ചത്.